നിരാശയാക്കരുതേ. രേണുക, ക്ലാര, അരുന്ധതി, പിന്നെ ഏതൊക്കെ അവളുമാരും കൂടിയുണ്ട് കസ്റ്റഡിയില്? പറ, അതുകൂടി ഞാനൊന്ന് അറിയട്ടെ. ഒരുപാടായി നീ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇനി അത് വേണ്ട. ആര് സഹിച്ചൊന്നു? നിങ്ങളോ? സഹിച്ചതും സഹിക്കുന്നതും അല്ല ഞാനല്ലേ, ഞാൻ മാത്രമല്ലേ? കൊല്ല്, കഴുത്ത് ഞെരിച്ച് എന്നെ കൊണ്ട് കൊല്ല്, എന്നിട്ട് എന്ത് വേണേലും ആയിക്കോ. എന്തിനാ എന്തിനാ എനിക്ക് ഇങ്ങനെ ഒരു ഭാര്യ പദവി? കൊന്ന് കുഴിച്ചു മൂട്, ഇല്ലെങ്കിൽ വെട്ടി കണ്ടിച്ച് തിന്ന്. എന്തിനാ ഈശ്വര എനിക്ക് ഇങ്ങനെ ഒരു ജന്മം തന്നത്? എന്തിനാ നീ എന്നെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? എനിക്ക് മതിയായി. എല്ലാം നീയായിട്ട് തന്നെ വരുത്തി വെച്ചതല്ലേ? മറ്റുള്ളൊരു വാക്കിൽ കേട്ട് തരംതാണ് പോയതുകൊണ്ടല്ലേ ഇതെല്ലാം? ഞാനായിട്ട് വരുത്തി വെച്ചോ? തരംതാണ് പോയത് ഞാനോ അതോ നിങ്ങളോ? നിങ്ങളല്ലാതെ മറ്റൊരു പുരുഷനും ഇന്നോളം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. നിങ്ങളിൽ നിന്നല്ലാതെ ഞാൻ വേറെ ഗർഭം ധരിച്ചിട്ടില്ല. എന്നിട്ടും നിങ്ങൾ എന്നെയാണ് കുറ്റക്കാരിയാക്കുന്നത്. കുറ്റക്കാരൻ ഞാൻ തന്നെയാണ്. നിന്നെ ഞാൻ വിശ്വസിച്ചു, ആത്മാർത്ഥമായി സ്നേഹിച്ചു, എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. അതൊക്കെയാണ് എന്റെ തെറ്റുകൾ. എല്ലാം ഞാൻ നിന്നോട് തുറന്നു പറഞ്ഞിട്ടുള്ളതല്ലേ? ഒന്നല്ല, 1000 പ്രാവശ്യം. പക്ഷെ അന്നൊന്നും നീ ഇങ്ങനെ ആയിരുന്നില്ല. അല്ല, ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എന്നെ ഇങ്ങനെയൊക്കെ ആക്കിയത് നിങ്ങളാ. ഗംഗേ, പരസ്പരം നമ്മളിങ്ങനെ പടവെട്ടാൻ തുടങ്ങിയാൽ എവിടെയും എത്തില്ല. നഷ്ടപ്പെടാനുള്ളത് നമുക്ക് രണ്ടാൾക്ക് മാത്രമാണ്. എനിക്ക് മാത്രം എന്ന് പറയൂ. നിങ്ങൾക്ക് എന്താ നഷ്ടപ്പെടാനുള്ളത്? നിങ്ങൾക്ക് നേട്ടങ്ങൾ മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ ദേഹത്തു നിന്ന് നിന്റെ രണ്ടാനമ്മയുടെ പ്രേതം എന്നിറങ്ങി പോകുന്നോ അന്നേ നീ രക്ഷപ്പെടൂ. പിന്നെ സ്നേഹ എന്റെ കുഞ്ഞ, അവളെ ഞാൻ വളർത്തും. ആരൊക്കെ എതിർത്താലും ആരും കൂടെ ഇല്ലെങ്കിലും ഞാൻ അവളെ വളർത്തും. കണ്ടാ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അവൻ ആ കുഞ്ഞിനെയും കൊണ്ട് എപ്പോഴാ കേറി വരുന്നു നോക്കി ഇരുന്നാ മതി. ആ, ഇനി എല്ലാം നിന്റെ തലയിലെഴുത്ത് പോലെ നടക്കുമോളെ. ആ, എല്ലാം എന്റെ ഗംഗമോളുടെ വിധി. ഇനി എന്തു പറയാനാ? സാറ് ഭയപ്പെட വേണ്ട. அது ரேணு சேச்சிக்கு பைத்தியம். நான் கல்யாணம் பண்ண போகிறேன். என்ன இஷ்டாக்குன்னு சொல்லியாச்சு. அம்மா வந்தாக்கா உடனே எங்களுக்கு கல்யாணம். சாரும் வரணும் என்ன? அனந்து, அப்புறത്തേக்கு போ. கல்யாணத்துக்கு வரணும் என்ன? அலுவலா இருக்கு. ശ്യാം വരൂ. ശ്യാം ഇരിക്കൂ. താങ്ക് യു. ഞാൻ ചിലതൊക്കെ കേൾക്കുന്നല്ലോ ശ്യാം.
അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ക്ലാര വളർത്തുന്ന ആ കുട്ടി ശ്യാമിന്റെ കുഞ്ഞാണോ? ഐ മീൻ രേണുകയുടെ? അതെ. ഓ, കേട്ടപ്പോ ആദ്യം എനിക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. എനിക്ക് വളരെ നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു മാഡം. എല്ലാവരും ചേർന്ന് വളരെ വിദഗ്ധമായി ആ സത്യം എന്നിൽ നൊളിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ആ മദർ പോലും അതിന് കൂട്ടുനിന്നു. മദർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണവും ഉണ്ടാവും ശ്യാം. കാരണം ഒന്നേ ഉള്ളൂ മാഡം, ക്ലാരയോടുള്ള സിമ്പതി. അത് മാത്രമായിരിക്കുമോ ശ്യാം? ഇല്ലെങ്കിൽ പിന്നെ രേണുകയും കുഞ്ഞും മരിച്ചു എന്ന് ആദ്യം പ്രേരിപ്പിച്ചത് മറ്റാരുമല്ലല്ലോ. ഇപ്പോൾ ഉള്ള വിഷയം അതൊന്നുമല്ല മാഡം. സ്നേഹ എന്റെ കുഞ്ഞാണെന്നുള്ള സത്യം അവരെ അംഗീകരിക്കാത്തവ പോട്ടെ, എന്റെ കുഞ്ഞിനെ ജർമ്മനിയിലേക്ക് കടത്തിക്കൊണ്ടുപോകാനുള്ള ഒരുക്കത്തിലാണ് അവര്. അതെ മാഡം, അവരതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. എന്നിട്ട് ശ്യാം അവരോട് സംസാരിച്ചില്ലേ? അതുകൊണ്ടൊന്നും ഒരു ഫലവുമില്ല. രേണുകയ്ക്ക് മാത്രമേ ആ കുഞ്ഞിന്റെ മേലെ അവകാശം പറയാൻ അർഹതയുള്ളൂ എന്ന ന്യായമാണ് അവർ പറയുന്നത്. ആ പറയുന്നതിൽ ന്യായമില്ലാതില്ലല്ലോ. എന്ത് ന്യായം? രേണുകയുടെ ഇപ്പോഴത്തെ അവസ്ഥ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് അവരങ്ങനെയൊക്കെ പറയുന്നത്. ശ്യാം, രേണുകയുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെയൊക്കെ പോലെ മദറിനും ക്ലാരയ്ക്കും നന്നായിട്ട് അറിയാം. എന്തൊക്കെ ന്യായീകരണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും അവരുടെ കാഴ്ചപ്പാടിൽ ശ്യാം എന്നും ഒരു ചതിയനും വഞ്ചകനും ഒക്കെ തന്നെയാണ്. ആ ചിന്തകളാകാം അവരെ ഇപ്പോഴും ഭരിക്കുന്നതും. അങ്ങനെ വരുമ്പോ അവരെ എങ്ങനെ തെറ്റു പറയാൻ കഴിയും? അവരെന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും ധരിച്ചോട്ടെ, പക്ഷെ എന്റെ കുഞ്ഞിനെ എനിക്ക് വേണം. അതിന് മാഡം എന്നെ ഒന്ന് സഹായിക്കണം. ടീച്ചർ കൂടി ഇല്ലാത്ത ഈ സാഹചര്യത്തില് രേണുകയുടെ സംരക്ഷക എന്ന അധികാരത്തോടെ മാഡത്തിന് അവരോട് സംസാരിക്കാം. സ്നേഹമോളെ കൊണ്ടുപോകരുതെന്ന് കർശനമായിട്ട് ആവശ്യപ്പെടാം. ഏറി ഒരു 2 ആഴ്ച. അതിനോടകം ഞാൻ വേണ്ടത് ചെയ്തോളാം. ശ്യാം എന്ത് ചെയ്യാൻ പോകുന്നു? നിയമപരമായ നീക്കങ്ങൾ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. കോടതി വിധി എനിക്ക് അനുകൂലമാവുന്ന ഉറപ്പുണ്ട്. എങ്കിലും മുന്നോട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോ റിക്കവർ ചെയ്യപ്പെട്ടാൽ രേണുക എന്ത് നിലപാടെടുക്കുമെന്നല്ലേ മാഡം ആലോചിക്കുന്നത്? അത് അപ്പോഴല്ലേ മാഡം? ഒരുപക്ഷെ അന്ന് രേണുകയ്ക്ക് പോലും സ്നേഹമോളെ കിട്ടിയില്ലെങ്കിലോ? ശ്യാമുമായി സ്നേഹയ്ക്ക് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായാലും അത് തന്നെയല്ലേ സംഭവിക്കാൻ പോകുന്നത്? രേണുകയ്ക്ക് അതെങ്ങനെ അംഗീകരിക്കാനാകും? ഏതായാലും സ്നേഹമോൾ ഈ നാട്ടിൽ നിന്ന് പോകാതിരിക്കേണ്ടത് രേണുകയുടെ കൂടെ ആവശ്യമാണ്, എന്റെ ഉത്തരവാദിത്വം. അതുകൊണ്ട് ക്ലാരെ ഞാൻ കാണാം. താങ്ക് യു മാഡം. എന്ന് കരുതി സ്നേഹയുടെ കാര്യത്തിൽ ശ്യാമിന് അനുകൂലമായൊരു സമീപനമായിരിക്കും എന്റെ ഭാഗത്തുനിന്നുണ്ടാവുക എന്ന് ശ്യാം ധരിക്കരുത്. നിർമ്മല ടീച്ചറെ കണ്ടെത്താൻ അധികം വൈകില്ലെന്നാണ് എന്റെ വിശ്വാസം. രേണുകയുടെ നിലയിലും നേരിയ മാറ്റമുണ്ടെന്നാ ഡോക്ടർ പറയുന്നത്. നിനക്ക് വേണ്ടേ? നീ തിന്നോ? പറയടി. താ. മതി. കഴിച്ചോ മീനാക്ഷി? വഴക്കൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. ആരാ? എന്തിനാ വന്നേ? അമ്മയെ കാണാനാ? ഇരിക്കട്ടോ, അമ്മ അമ്പലത്തിൽ പോയിരിക്കാ, ഇപ്പൊ വരും. ഇന്ന് അമ്മയുടെ പക്കപ്പിറന്നാളാ. കൊറേ വഴിപാടുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നു കേട്ടു. ഞാൻ പോയില്ല. അതെങ്ങനെയാ? എക്സാം അല്ലേ, ഒരു കുന്ന് പഠിക്കാൻ കിടപ്പുണ്ട്. ഒന്നും തലേ കേറുന്നുമില്ല. ഇരിക്കട്ടോ, ഞാൻ ചായ എടുക്കാം.
ആരോട് വിളിച്ചിരിക്കുന്നേ? കേറി വാ, ഇവിടെ ഇരിക്കാം. കണ്ടിട്ട് നല്ല പരിചയമുണ്ടല്ലോ. മനസ്സിലായി, വിനോദനയുടെ ബ്രദർ അല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് വീട്ടിൽ വന്നപ്പോ എന്നെ ഓർമ്മയില്ലേ? മോളെ രേണുകെ, ഒന്നുകൂടി ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. ഇത് വിനോദിനിയുടെ ബ്രദർ തന്നെയാണോ? എന്താ സംശയം? എനിക്കൊരാളെ ഒറ്റ വട്ടം കണ്ടാ മതി, ഒരിക്കലും പിന്നെ മറക്കൂല. അമ്മ എന്നെ കമ്പ്യൂട്ടറിന്നാ വിളിക്കുന്നേ. എടി, നീ എന്നെ വായി നോക്കിക്കുക. ചായക്ക് പോയി വെള്ളം വെക്കടി. ഒരു വക പറഞ്ഞ കേക്കില്ലെന്നേ, കുഴി മടിച്ചയാ. ഏതു നേരം വായന ഉറക്കം മാത്രം, ബാക്കിയുള്ള സമയം മുഴുവൻ ടിവിയുടെ മുമ്പിലും. എല്ലാ കാര്യത്തിനും എന്റെ കൈ തന്നെ എത്രയെന്ന് പറഞ്ഞ എന്താ ചെയ്യുക? പെൺകുട്ടിയാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്താണ് നോക്കിയിരിക്കുന്നേ? ഞാൻ പറഞ്ഞില്ലേ ശ്യാം, എപ്പോഴും ഇങ്ങനെ തന്നെയാ. ടീച്ചറുടെ സംസാര നിന്നോടല്ല പറഞ്ഞ ചായ വെക്കാൻ. കണ്ട ഒരു പിണങ്ങി പോയത് കണ്ടോ? എനിക്ക് വേണ്ടത്. ഒരു കാര്യം പറഞ്ഞു കേൾക്കാൻ സാധനം. കണ്ട ഒരു പിണങ്ങി പോയത് കണ്ടില്ലേ നീ? കഞ്ഞിയോട്ട് വന്നോളോള്. കണ്ടില്ലേ, ഇപ്പോ ശ്യാമിന്റെ നിഴൽ പോലും ആ ഓർമ്മയിലില്ല. അവ്യക്തമാണെങ്കിലും ഉള്ളത് മുഴുവൻ ടീച്ചറുടെ ഓർമ്മകളാ. ഈ അവസരത്തിൽ ടീച്ചർ ഉണ്ടായിരുന്നെങ്കിൽ അത്ഭുതകരമായ മാറ്റം പ്രകടമായേനെന്നാ ഡോക്ടർ പറയുന്നത്. എനിക്ക് പരിചയമുള്ള എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അന്വേഷിക്കാനല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പത്രങ്ങളിലും ടി വിയിലും ഒക്കെ ന്യൂസ് കൊടുത്തിട്ടുള്ളതല്ലേ, വരുമെന്ന് തന്നെയാ എന്റെയും പ്രതീക്ഷ. വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ നിന്നോട്. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ മാഡം, കുറച്ച് അത്യാവശ്യങ്ങളുണ്ട്. അമ്മ ഇപ്പൊ വരും. പോയി, ആ ചേട്ടൻ പോയി. Bloody bitch. അവന്റെ അമ്മയുടെ 16 അടിയന്തരത്തിന്. എന്താ ധനബലേട്ടത്? എലിയെ തോപ്പിക്കാൻ വേണ്ടി ഇല്ലം ചുടാനുള്ള പ്ലാനാ? എന്തു നോട്ടാ ഇത്? പേടിയാവുന്നല്ലോ. ആരോടാ ഈ അമർഷം? ആ അയ്യരോടാ. ഞാനൊരു ചായ എടുക്കാം. ഉഷ്ണേന ശാന്തി എന്നല്ലേ? ചൂട് അങ്ങോട്ട് ചെല്ലുമ്പോ തലയിലെ ചൂടൊക്കെ വെളിയിലോട്ട് വരും. എന്നെ അവൻ ചതിക്കുകയായിരുന്നു. വിടില്ല ഞാൻ അവനെ. പുളിങ്കുരു പോലെ അവൻ എന്റെ കാശെണ്ണി വാങ്ങിച്ചത്. കടുവായെ പിടിച്ച കിടുവായെന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പൊ കണ്ടു. എന്നാലും ധനപാലേട്ടന് ഇങ്ങനെ ഒരു അബദ്ധം പറ്റുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഇല്ലടി, ധനപാലന് ഒരിക്കലും അബദ്ധം പറ്റില്ല.
കടിച്ച പാമ്പിനെ വരുത്തി വിഷമിറക്കും ധനപാലൻ. നീ നോക്കിക്കോ. അതിനാ പാമ്പിനെ കണ്ടുകിട്ടിട്ട് വേണ്ടേ? കണ്ടുകിട്ടും. അതിനെന്ത് നഷ്ടം വന്നാലും സഹിക്കും ഈ ധനപാലൻ. എന്റെ ധനപാലേട്ടാ, കണ്ട ക്രിമിനൽസിന്റെ ഒക്കെ വാക്ക് വിശ്വസിക്കാൻ പോയതാ ധനപാലേട്ടന് പറ്റിയ ആദ്യ തെറ്റ്. വീണ്ടും അവന്മാരെ ഡിപ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാ അടുത്ത മണ്ടത്തരം. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ? ബുദ്ധി ഉപയോഗിക്കണം. ധനപാലേട്ടന് തുടക്കം മുതലേ പിഴച്ചു. ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. രേണുകയെ ഇല്ലാതാക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ ഉണ്ടായിരുന്നു. സ്വന്തം കൈപ്പിടിയിലായിരുന്നില്ലേ അവള്? ശരിയാ, എനിക്ക് ചില അബദ്ധങ്ങൾ സംഭവിച്ചു പോയി. അന്നേ ഞാൻ തന്നെ അത് ചെയ്താൽ മതിയായിരുന്നു. ഇപ്പൊ ജോലി ഇരട്ടിയായില്ലേ? രേണുക ഇല്ലാതായതുകൊണ്ടോ മരണം വരെ ഈ കിടപ്പ് കിടന്നതുകൊണ്ടോ ഒന്നും ഇനി ഒരു കാര്യമില്ല. സ്ട്രോങ് ആയ ഒരു അവകാശമല്ലേ അവതരിച്ചിരിക്കുന്നത്. അതിനെ കൊന്ന് കുഴിച്ചു മൂടും ധനപാലൻ. അതത്ര നിസ്സാരാണെന്നാണോ? രേണുകയുടെ മാത്രമല്ല, അഡ്വക്കേറ്റ് ശ്യാമപ്രസാദിന്റെ കൂടി കുഞ്ഞാവള്. സൂക്ഷിച്ച് കരുക്കൾ നീക്കിയില്ലെങ്കിൽ ഒക്കെ തകരും. ഒടുവിൽ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോയിന്ന് പറഞ്ഞോലാവും. ഇല്ല, എനിക്കറിയാം എന്ത് വേണമെന്ന്. കാണിച്ചു തരാം ഈ ധനപാലൻ ആരാണെന്ന്. പിന്നെ ഇത് തന്നെ ആയിരിക്കോ? പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഇത് തന്നെ ആകാനാ സാധ്യത. എല്ലാ ഫിലിപ്പോസിന്റെ ഇടപാടാ. ആദ്യം താമസിച്ചെടുത്ത് അവര് സെക്യൂരിറ്റി കാശ് കൂടുതൽ ആവശ്യപ്പെട്ടു എന്ന്. ചെറുക്കൻ നടു തുറന്ന് കിടക്കല്ലേ, വേറെ വരുമാനവും ഇല്ല. അത് മെനക്കേടാവും അവർക്ക് തോന്നിക്കാണും. ഇതിന്റെ ഒക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? വീട്ടിലേക്ക് നമ്മൾ ആവുന്നത്ര വിളിച്ചല്ലേ? വിനാശകാലേ വിപരീത ബുദ്ധി. അനുഭവിക്കാനായിരിക്കും യോഗം. ഒക്കെ നശൂലത്തിന്റെ നല്ലതുകൊണ്ടല്ലേ? ഒഴിയാബാധയായി കൂടിയിരിക്കുക. അവനെ കൊണ്ടേ അത് പോവും. സംശയം എന്താ? പറയാവുന്നതിന്റെ പരമാവധി നമ്മൾ വേദോതിയതല്ലേ. ഇതിൽ കൂടുതലൊക്കെ ഇനി എന്തു പറയാനാ? അവൾക്ക് കാലനും ഇല്ലല്ലോ എന്റെ ദൈവമേ. പകരം ഗിരിയെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടല്ലോ, അതുപോലെ. കാലനെ പോലും അവള് മയക്കെടുത്തു കാണും. അതല്ലേ ഇനം. ദാ വന്നല്ലോ. ഇവളൊരിക്കലും ചാവത്തില്ല. ആശം. കണ്ടില്ലേ അവളുടെ ഒരു പഞ്ചാര ചിരി, പഠിച്ച കള്ളി. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായോ? ആ ഉദ്ദേശത്തോടെ ആയിരിക്കുമല്ലോ മാനും മനുഷ്യനും ഒന്നും കേറാത്തടുത്ത് തന്നെ പൊറുക്കാന്ന് വെച്ചത്. അത്ര പെട്ടെന്നൊന്നും ആരും ഇങ്ങോട്ട് കേറി വരില്ലല്ലോ. ഇവിടെ ആവുമ്പോ എന്ത് തോന്നിയാസോ ആകാലോ. പരിചയക്കാരെയും പേടിക്കണ്ട. ഇപ്പോഴാണെങ്കിൽ കൂടുതൽ സൗകര്യായി. കെട്ടിയോനെയും പേടിക്കണ്ട. പോന്ന പോക്ക് കണ്ടില്ലേ? നശൂലം പിടിച്ച സാധനം. കണ്ണും തുറച്ചവളുടെ ഒരു നോട്ടം. നീ വാടി. എടീ, ഞങ്ങളുടെ ചെറുക്കൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലോ അല്ലേ? നീ വാടി മോളെ. ഇവിടെ കിടക്കുന്നു ഒരു ശീലാവതി. മോനെ, മോനെ, ആദ്യം താമസിച്ചെടുത്ത് പോയിട്ട് വരിക ഞങ്ങള്. അവിടെ ചെന്നപ്പോഴല്ലേ അറിയുന്നത് ഇങ്ങോട്ട് താമസം മാറിയെന്ന്. പൈസയുടെ ആവശ്യം വല്ലതുണ്ടെങ്കിൽ നിനക്കൊന്നും വിളിച്ചു പറഞ്ഞുകൂടായിരുന്നു ഗിരി. അത്രയ്ക്ക് അന്യരായോ ഞങ്ങള്? സെക്യൂരിറ്റിയുടെ കാര്യം പോട്ടെ, മാസാമാസം വാടക എങ്ങനെ കൊടുക്കും? വാടക മാത്രോ? പിന്നെ മരുന്നിനും ഡോക്ടർക്കൊക്കെ കൊടുക്കേണ്ടതോ? എന്തിനാ ഗിരി ഈ വാശിയും വൈരാഗ്യമൊക്കെ? ആരോടാ ഇത്? വാ ചേച്ചി, വണ്ടി വിളിക്കാം. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം.
ഗിരിമോനെ അപ്പേട്ടന്റെ മോനാ. വാശി കൊട്ടും പിന്നിലല്ല. തീരുമാനങ്ങളൊന്നും അത്ര പെട്ടെന്ന് മാറ്റിയേ ഇല്ല. അഭിമാനാ വലുത്, അല്ലേ മോനെ? ആപത്ത് വന്ന് കിടക്കുമ്പോഴാണോ അഭിമാനവും വാശിയൊക്കെ? അല്ലെങ്കിൽ തന്നെ അന്യ വീടാണോ അത്? ജനിച്ചു വളർന്ന സ്വന്തം വീടല്ലേ? ഇപ്പൊ അതിന്റെ അവകാശികൾ ഞാനോ ഗംഗേച്ചിയോ ഒന്നുമല്ലല്ലോ. അച്ഛനത് ഗാഥയ്ക്ക് കൊടുത്തല്ലേ. കഞ്ചനാമ്മ പറഞ്ഞതുപോലെ അഭിമാനിയും വാശിക്കാരനൊക്കെ ആയ ആ അച്ഛന്റെ മകന് ആ വീട്ടിലൊരു കുടിയേറ്റക്കാരനായി കഴിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് കൂട്ടിക്കോ. ശാലു, ഗംഗേച്ചിയും കഞ്ചനാമ്മയൊക്കെ വന്ന കണ്ടില്ലേ? ഇവർക്ക് കുടിക്കാൻ എന്താന്ന് വെച്ചാൽ എടുക്ക. വന്നത് കാണാഞ്ഞിട്ടോ മര്യാദ അറിയാഞ്ഞിട്ടോ അല്ല ഗിരിയേട്ടാ. എന്തെങ്കിലും ചോദിക്കാൻ പേടിയായിട്ടാ. മറുപടി എന്താകുന്നു പറയാൻ കഴിയില്ലല്ലോ. കണ്ട കണ്ട കണ്ട, നമ്മള് മോശക്കാരാണെന്നല്ലേ പറഞ്ഞതിനർത്ഥം.